പ്രകൃതിയുടെ മനോഹാരിതയെ ഫ്രെയിമുകളിലാക്കിയ ഗ്രീൻ സ്റ്റോം ഫോട്ടോഗ്രാഫി പ്രദർശനവും മത്സരവും ഇത് ഓൺലൈനിൽ നടക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രകൃതിയുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കി 3000-ഓളം ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 30 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. പരിസ്ഥിതി ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓർഗാനിക് BPS ഗ്രീൻ സ്റ്റോം പിക്ടെയിൽ 2017 എന്ന പേരിൽ ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ നിന്നാണ് ചിത്രങ്ങൾ തെരഞ്ഞെടുത്തത്. organicbps.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് വോട്ട് രേഖപ്പെടുത്താം. ഇപ്പോൾ ഓർഗാനിക് BPSന്റെ MD ദിലീപ് നാരായണനുമായി നമ്മുടെ പ്രതിനിധി മനു സി കുമാർ നടത്തിയ സംഭാഷണം ഒന്ന് കണ്ടു നോക്കാം. ഗ്രീൻ സ്റ്റോം ഫോട്ടോ എക്സിബിഷനെ കുറിച്ചും ഓൺലൈൻ വോട്ടെടുപ്പിനെ കുറിച്ചും സംസാരിക്കാൻ ഓർഗാനിക് BPSന്റെ MD ദിലീപ് നാരായണൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ദിലീപ്, പിള്ളർവേളയിലേക്ക് സ്വാഗതം. എനിക്ക് ചോദിക്കാനുള്ളത്, എത്രത്തോളം ഫോട്ടോസ് ഇതുപോലെ ഒരു എൻവയോൺമെന്റൽ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ എത്രത്തോളം ഫോട്ടോസ് വന്നു, എത്ര ക്വാളിറ്റി ഉള്ളതായിരുന്നു ഈ വന്ന ഫോട്ടോസ്? നമ്മൾ മെയ് 15-ാം തീയതിയാണ് കോൺടെസ്റ്റ് അനൗൺസ് ചെയ്തത്. മെയ് 31-ാം തീയതി വരെയായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 3000-ഓളം ക്വാളിഫൈഡ് എൻട്രീസ് നമുക്ക് ഈ മത്സരത്തിന് ലഭിച്ചു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാവരും തന്നെ ഒറിജിനൽ ഫോട്ടോഗ്രാഫ്സ് ആയിരുന്നു. അതായത് നമ്മുടെ ആവശ്യപ്പെട്ടത് കണക്റ്റിംഗ് വിത്ത് നേച്ചർ എന്ന സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഫോട്ടോഗ്രാഫ്സ് ആയിരുന്നു നമ്മൾ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അവർ പുറത്തുപോയി സമയം സ്പെൻഡ് ചെയ്ത് ഫോട്ടോ എടുത്ത് എൻട്രി അയച്ചു എന്നുള്ളത് ഈ കഴിഞ്ഞ ഞങ്ങൾ 8 വർഷം നടത്തിയതിനേക്കാളും കൂടുതൽ എൻട്രികൾ ഇപ്രാവശ്യം മത്സരത്തിന് ലഭിച്ചു എന്നുള്ളത് പരിസ്ഥിതി അവബോധം വളരുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ശരിക്കും 3000 എൻട്രീസ് ഒരു ഫോട്ടോ എക്സിബിഷനിൽ ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. അത് ഈ 3000 എൻട്രീസ് കണ്ടിട്ട് ഇപ്പോൾ ഓൺലൈൻ വോട്ടെടുപ്പിന് വേണ്ടിയുള്ളത് എത്ര എൻട്രീസ് ആണ്? അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ്? ഈ 3000-ഓളം എൻട്രികളിൽ നിന്ന് ഒരു വിദഗ്ധ ജൂറി, പ്രശസ്ത ഫോട്ടോഗ്രാഫർമാരും മായ രാജൻ പോൾ, KR സുനിൽ, സീമ സുരേഷ്, അതിൽ സീമ സുരേഷും KR സുനിലും ഒക്കെ എൻവയോൺമെൻറ്റ് ഫോട്ടോഗ്രാഫി രംഗത്ത് ഇന്ത്യയിൽ തന്നെ വളരെ പ്രശസ്തി നേടിയിട്ടുള്ള ആളുകളാണ്. അവർ തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച 30 ഫോട്ടോകളാണ് പ്രദർശനത്തിലെത്തിയിട്ടുള്ളത്. നമ്മൾ ഈ ഫോട്ടോ 30ആയി ചുരുക്കിയതിൻ്റെ കാരണം ഈ ഓൺലൈൻ എക്സിബിഷൻ ലോഡ് ചെയ്യാനുള്ള സമയക്കുറവൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയും ടെക്നിക്കൽ ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതിൽ ജൂറിക്ക് 30 എണ്ണം തിരഞ്ഞെടുക്കാൻ വളരെ ബുദ്ധിമുട്ടിയെന്ന് ജൂറി തന്നെ പറയുകയുണ്ടായി. അത്രയും വളരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന, നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, പലതരം വികാരങ്ങൾ ഉണർത്തുന്ന ചിത്രങ്ങളായിരുന്നു അതിൽ ഭൂരിഭാഗവും. ശരിക്കും യൂത്തിൻ്റെ ഒരു പങ്കാളിത്തം എത്രത്തോളം ഉണ്ട് ഈ ഫോട്ടോ മത്സരത്തിലും അതുപോലെ ഇത് വോട്ടെടുപ്പിലും യൂത്തിൻ്റെ ഒരു പങ്കാളിത്തം എത്രത്തോളം ഉണ്ട്? അത് എത്രത്തോളം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത്? ഈ മത്സരത്തിൽ യുവാക്കൾ മാത്രമല്ല, കാരണം വളരെ സീനിയറായ ആളുകളും പങ്കെടുത്തിട്ടുണ്ട്, വിദ്യാർത്ഥികളും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഷെയർ ചെയ്യാനും ഇതിൽ എക്സിബിഷൻ കാണാനും വോട്ട് ചെയ്യാനും അത് വാട്സപ്പ് സ്റ്റേറ്റസായും ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യാൻ കൂടുതലും യുവാക്കളാണ് ഉത്സാഹം കാണിച്ച് മുന്നോട്ട് വരുന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. യുവാക്കളെ ഈ ഡിജിറ്റൽ മീഡിയയുടെ അനന്തമായ സാധ്യതകൾ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്ക്, പരിസ്ഥിതി അവബോധം സൃഷ്ടിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതും യുവാക്കളെ മറ്റു കാര്യങ്ങളിൽ നിന്ന് മാറി ഇത്തരം നല്ല കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും യുവാക്കൾ ഇത് കാണുന്നുണ്ട്. അതിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഈ ശരിക്കും എൻവയോൺമെൻറ്റലുമായി ബന്ധപ്പെട്ട ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം, അവയർനെസ് പ്രോഗ്രാം, ഇതൊക്കെ പലപ്പോഴും നടക്കുന്നത് മരം നടൽ അല്ല അതുപോലെയുള്ള മറ്റേതെങ്കിലും പദ്ധതികളുമായിട്ടാണ്. എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഇത്തരം ഒരു കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചത് എൻവയോൺമെൻറ്റലുമായി ബന്ധപ്പെട്ട്? മരം നടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റേറ്റോ അല്ലെങ്കിൽ ലാർജ് കോർപ്പറേഷനോ ചെയ്യേണ്ടതാണ്. സ്മോൾ എൻ്റർപ്രൈസസും ബിസിനസ്സുകളും വ്യക്തികളും ഒക്കെ ചെയ്യാവുന്നത് പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുക എന്നാണ് അവർ പറഞ്ഞത്. അത് പ്രകാരമാണ് ഞങ്ങൾ ഇത്തരം ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഈ സമൂഹത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചലനം ഇമോഷണലായി ഓരോ വ്യക്തിയിലും പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു ബന്ധം സൃഷ്ടിക്കാൻ, മാറ്റം സൃഷ്ടിക്കാൻ, അങ്ങനെ ഒരു കൾച്ചറൽ ചേഞ്ച്, അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതിന് ഞങ്ങൾ ഉപയോഗിക്കുന്ന മാതൃകകൾ ക്രിയേറ്റിവിറ്റിയുടെ സഹായം തേടുന്നു. ഒരു വെറുതെ നമ്മൾ പറയുന്നതിനേക്കാളും നല്ലതാണ് ഒരു വളരെ മനോഹരമായ, ചിന്തിക്കാൻ തോന്നിപ്പിക്കുന്ന തരത്തിലൊരു ഫോട്ടോഗ്രാഫ് കാണുമ്പോൾ. അപ്പോൾ ആ ക്രിയേറ്റിവിറ്റിയുടെ സാധ്യതകളും ഡിജിറ്റൽ മീഡിയയുടെ വ്യാപ്തിയും, കാരണം വളരെ കൺവീനിയൻസും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത്. ഈ നേരത്തെ ഇതുപോലെ മത്സരം നടത്തി എന്ന് പറഞ്ഞാൽ എല്ലാം ഇതുപോലെ ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ ആയിരുന്നു, അതോ മറ്റു മത്സരങ്ങളായിരുന്നു മുൻ വർഷങ്ങൾ? ഞങ്ങൾ ആദ്യം തുടങ്ങിയപ്പോൾ നമ്മൾ പോസ്റ്റർ മത്സരങ്ങളായിരുന്നു, പോസ്റ്റർ ഡിസൈൻ മത്സരങ്ങളായിരുന്നു.
പിന്നെ ഞങ്ങൾ ചെയ്തത് മിനി ടെയിൽ, അതായത് 140 അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന ടൈനി ടെയിലുകളുടെ മത്സരമായിരുന്നു. ഇത് മൂന്നാമത്തെ ഫോർമാറ്റാണ്. ഫോട്ടോഗ്രാഫിക്കാണ് കൂടുതൽ ആക്സെപ്റ്റൻസ് ലഭിച്ചത്. ഇതിപ്പോൾ ഈ 30 ഫോട്ടോസ് എവിടെയാണുള്ളത്, എങ്ങനെയാണ് ആൾക്കാർ വോട്ട് ചെയ്യേണ്ടത്? www.organicbps.com എന്ന വെബ്സൈറ്റിലാണ് ഇത് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇത് വളരെ ഈസി ആയിട്ട് ആർക്കും സന്ദർശിക്കാവുന്നതും എല്ലാ ഫോട്ടോസ് കാണാവുന്നതും അവർക്ക് ഇഷ്ടമുള്ള എല്ലാ ഫോട്ടോസിനും വോട്ട് ചെയ്യാവുന്നതുമാണ്. അങ്ങനെ കൂടുതൽ വോട്ട് ലഭിക്കുന്ന ഫോട്ടോയും ജൂറിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ 1, 2, 3 സ്ഥാനക്കാർക്ക് 50,000 രൂപയോളം ക്യാഷ് അവാർഡ് ജൂലൈ 1 കൊച്ചിയിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യുന്നതാണ്. ഈ മത്സരത്തിന് ശേഷം ഈ ഫോട്ടോസ് എവിടെയെങ്കിലും പ്രദർശിപ്പിക്കുമോ അല്ലെങ്കിൽ ഡിജിറ്റൽ അല്ലാതെ ആർക്കെങ്കിലും നൽകുമോ, അങ്ങനെ എന്തെങ്കിലും? നമ്മൾ കേരളത്തിലെ പല സ്കൂളുകളിലും കോളേജുകളിലും നേച്ചർ ക്ലബ്സ് ഉണ്ട്. ഈ നേച്ചർ ക്ലബ്സായിട്ട് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ പോസ്റ്ററുകളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടൂറ് പോലെ എക്സിബിഷൻ, ഈ ഫോട്ടോസിൻ്റെ എക്സിബിഷൻ അതാത് സ്കൂളുകളിൽ, സ്കൂൾ തലത്തിൽ അല്ലെങ്കിൽ കോളേജ് തലത്തിൽ ഈ നേച്ചർ ക്ലബിന് കൊടുക്കാറുണ്ട്. അവരത് എക്സിബിറ്റ് ചെയ്യാറുണ്ട്. വളരെ നന്ദി.